ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് 296 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ന് പിന്മഴയുടെ കാലം, ക്രിസ്തുവിന്റെ മടങ്ങിവരവിന്റെ മാർഗീയ ലക്ഷണങ്ങളുടെ സമാപന ക്ലാസ്സാണ്. അടുത്ത ദിവസം മുതൽ വേറൊരു ഭാഗം നമുക്ക് ചിന്തിക്കാവുന്നതാണ്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യം, കൃഷിക്കാരൻ കൃഷി ഇറക്കണമെങ്കിൽ ഒരു മുൻമഴ കിട്ടുമ്പോഴേ കൃഷി ഇറക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഉണങ്ങിപ്പോവുള്ളൂ. ഇനിയും ഒരു പിന്മഴ വരും. ആ പിന്മഴ എപ്പോഴാ വരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് നല്ലപോലെ പാകമായി കൊയ്യാനായിട്ട് പാകമാകുമ്പോൾ ഒരു പിന്മഴയ്ക്കായി ദീർഘക്ഷമയോടെ അവർ കാത്തിരിക്കും. ഇനി നമുക്ക് ആത്മീയ വശത്തേക്ക് വരാം. ഇപ്പോഴുള്ള കാലം എന്ന് പറയുന്നത് പിന്മഴയുടെ കാലമാണ്. ഇന്ന് പല രാജ്യങ്ങളിലും ശക്തമായ ഉണർവ് ആരംഭിച്ചു തുടങ്ങി. ചൈനയെ പറ്റി പറയുന്നത് ഞാൻ പലരും കേട്ടുള്ള അറിവാണ്. വലിയൊരു കൂട്ടം ആളുകൾ യേശുവിനെ അറിയുവാൻ അവസരമായിരിക്കുന്നു. റുമേനിയയിലും റിച്ചാർഡ് ഉമ്രാനിയൊക്കെ റുമേനിയ ഗവൺമെന്റ് വളരെ പീഡിപ്പിച്ചു എന്നാ പറയട്ടെ. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അവിടുത്തെ രാജാവിനെയും ഭാര്യയെയും മക്കളെയും റുമേനിയയിലെ അവിടെ ഒരു ബന്ധക്കാരെ പോലും ഇല്ലാതെ അവിടെ എല്ലാത്തിനെയും പിടിച്ച് നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ തല്ലിക്കൊന്നു. ചൈനയിൽ വലിയ ഉണർവുണ്ട്. അങ്ങനെ പല രാജ്യങ്ങളിലെ ഉണർവിന് കാരണം ഇത് പിന്മഴയാണ്. ഇപ്പൊ പറഞ്ഞാൽ ഒരു കൊയ്ത്ത് വരാൻ പോകുന്നു. യജമാനൻ കൊയ്ത് വിത്തുകളെ ശേഖരിക്കുന്ന ദിവസം വരാൻ പോകുന്നു. എന്നാൽ പ്രാർത്ഥിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. വടക്കൻ കൊറിയയിലെ കിം യോങ് ഉൻ എന്ന് പറഞ്ഞായ ഒരു നികിഷ്ടനായ ഒരു മനുഷ്യൻ, ഇതുപോലെ ലോകം കണ്ടതിൽ വെച്ച് അടുത്ത കാലത്ത് ഇത്ര മാത്രം നീചനായ ഒരു വ്യക്തി, തനിക്കാരെങ്കിലും എതിരുണ്ടെന്ന് പറഞ്ഞാൽ അന്നേരം തന്നെ വെടിവെക്കുക. തന്റെ അമ്മാവൻ തനിക്കെതിരാണെന്ന് തന്റെ മനസ്സിൽ കടന്നു വന്ന് വെടിവെച്ചു കൊന്നു. പലരെയും വെടിവെച്ചു കൊല്ലുന്ന നീചനായ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമാണ്. അവിടെ ഒരു ബൈബിൾ ഒരുത്തന്റെ കൈവശമുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഭൂമിയിൽ അവനെ കാണുകയില്ല, അവന് മരണം നിശ്ചയമാണ്. അതുകൊണ്ട് വടക്കേ കൊറിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാൽ നമ്മുടെ മറ്റേ കൊറിയ ഉണ്ടല്ലോ, ദക്ഷിണ കൊറിയ, വലിയ ഉണർവ് നടന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സഭയാണ് ഇന്ന് ദക്ഷിണ കൊറിയയിലെ യോങ്കിച്ചോൽ ആരംഭിച്ചതായ സഭ. ഇന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ നമ്മുടെ സംസ്ഥാനമായിരിക്കുന്ന ഹൈദരാബാദിലെ 4 ലക്ഷത്തോളം കൂടുന്നതായ ആരാധനാലയം ആയി കഴിഞ്ഞു. ആ പാസ്റ്ററുടെ പേര് സതീഷ് കുമാർ എന്നാണ്. ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതും ഒരു ഉണർവിൻ്റെതായ കാര്യമാണ് എന്ന് ഓർപ്പിച്ചുകൊള്ളുക. സൗദി അറേബ്യയിൽ പണ്ട് രഹസ്യമായിട്ടുള്ള ആരാധനയായിരുന്നു. ആരാധനയ്ക്ക് പോകുമ്പോൾ ബൈബിൾ ഉണ്ടെങ്കിൽ പിടിക്കും, അവരെ ചങ്ങലിടും, നേരെ നാട്ടിലേക്ക് വിടും. ഞാൻ നടത്തിയ സ്ഥാപനമാണ് മിസ്പ ബൈബിൾ കോളേജ്. അവിടെ ബിജു തോമസ് എന്ന് പറഞ്ഞ ഒരു ദൈവദാസൻ അവിടെ ഉണ്ടായിരുന്ന പാസ്റ്ററായിരുന്നു. അദ്ദേഹം സഭയിൽ നടത്തി വന്നപ്പോൾ പോലീസ് പിടിച്ചു, സൗദി പോലീസ് പിടിച്ചു. അദ്ദേഹത്തെ ചങ്ങലയിട്ടു, അദ്ദേഹത്തെ ജയിലിൽ കൊണ്ടുപോയി, നേരെ നമ്മുടെ കേരളത്തിലേക്ക് വിട്ടു. ഇന്ന്
ബിജു തോമസ് ദൈവദാസൻ ഞങ്ങളുടെ ബൈബിൾ കോളേജിൽ 3 വർഷം പഠിച്ച് കർത്താവിന് വേണ്ടി ശക്തമായിട്ട് പ്രവർത്തിച്ചു കൊള്ളുന്നു. സൗദി അറേബ്യക്കാരെ ഇന്ന് ആരാധനയ്ക്കുള്ള സ്ഥലം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. GCC കൺട്രി മുഴുവനും, അവിടെ മുഴുവൻ മുസ്ലിം രാജ്യമാണ്, ദൈവമക്കൾക്ക് ആരാധിക്കാൻ ഫ്രീ ആയിട്ട് സ്ഥലം കൊടുക്കുന്നു. കെട്ടിടങ്ങൾ പണിത് കൊടുത്തിരിക്കുന്നു. കാരണം എന്ത്? ആയിരങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം ഉണർവിന്റെ ലക്ഷണമാണെന്ന് ഓർത്തു. ഇതിന്റെ പേരാണ് പിന്മഴയുടെ കാലം തുടങ്ങിക്കഴിഞ്ഞു. എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് ബൈബിൾ 3000 ഭാഷയിൽ പരിഭാഷ ചെയ്തു കഴിഞ്ഞു. 24 മണിക്കൂറും 100-ലധികം ടെലിവിഷൻ ചാനലുകൾ അല്ലെങ്കിൽ നിലയങ്ങൾ യേശുവിന്റെ വരവിനെ പറ്റി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. പല രാജ്യങ്ങളിലും പരസ്യയോഗം നടക്കുന്നു. കേരളത്തിൽ എവിടെ നോക്കിയാലും പരസ്യയോഗം തന്നെ, പരസ്യയോഗം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, മുടങ്ങരുത്. എല്ലാ മുക്കിലും മൂലയിലും യേശുവിനെ പറ്റി പറയുക. കാരണം എവിടെ നോക്കിയാലും ഇതുപോലെ പരസ്യയോഗം നടക്കുന്ന ഒരവസരം ഉണ്ടായിട്ടില്ല. വളരെ ശക്തമായി ഇന്ന് പരസ്യയോഗം നടക്കുന്നു. എന്നാൽ ഒരു പെന്തിക്കോസിലെ നേതാവോ പരസ്യയോഗത്തെ വളരെ വിമർശിക്കുന്നതായിട്ട് നമ്മൾ കേട്ടു. അതൊന്ന് കേട്ടുകൊള്ളുക. തോറും നിന്ന് പ്രസംഗിക്കുന്നു എന്ന് സ്വയം അഭിമാനിക്കുന്ന ഒരുപാട് പേരെ അറിയാം. അവർ ജീവിതത്തിന്റെ ആരംഭം മുതൽ അന്ത്യം വരെ ഓടിയിട്ട് 5000 പോട്ടപ്പം 1000 അക്രൈസ്തവരെ ക്രിസ്തുവിനെ പോലെ ആക്കിയെടുക്കാൻ ഒക്കുന്നില്ല. ഒന്നും ചെയ്യാൻ ഒക്കുന്നില്ല. പിന്നെ എന്തിനാ ഇവർ മെനക്കെടുന്നത്? ആർക്കെന്ത് ഗുണം? നാട്ടുകാരന്റെ ശല്യവും വീട്ടുകാരുടെ ശല്യവും ഇതല്ലാതെ വേറെ ഒരു പ്രയോജനവുമില്ല. എനിക്ക് കവലകൾ അദ്ദേഹം പറയുന്നത് പരസ്യയോഗം മോശമാണെന്ന്. അതിനൊരു വാചകം പറയുന്നുണ്ട്, 5000 പേരെ ക്രിസ്തുവിനെ പോലെ ആക്കാൻ പറ്റിയോ എന്ന്. നടക്കുന്ന കാര്യമില്ല. ക്രിസ്തുവിനെ പോലെ എങ്ങനെ ആകാൻ പോകുന്നത്? പറയുന്നതിന് ലോജിക്ക് വേണ്ടേ? കാരണം ഇതും പരസ്യയോഗത്തിനെതിരെ സംസാരിക്കുമ്പോൾ കൃപയിന്ന് പോയ ശേഷം ഉണ്ടാകുന്ന വാക്കുകളാണ്. ഇവിടെ പരസ്യക്കാര് നിങ്ങളൊട്ടും നിങ്ങളെ അധൈര്യപ്പെടേണ്ട, ശക്തമായിട്ട് മുന്നോട്ട് നീങ്ങും. മത്തായി സുവിശേഷത്തിലും മർക്കോസ് സുവിശേഷത്തിലും മത്തായി 24:14 ഈ സുവിശേഷം ലോകത്തിലെ സകല ജാതികളും സാക്ഷിയായി ഭൂതലത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും എന്ന്. നോക്കിക്കേ, ഏതെല്ലാം നിലയിലാണ് പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്നത്. വാട്സാപ്പിലൂടെ, യൂട്യൂബിലൂടെ, ടെലിവിഷനിലൂടെ ഏതെല്ലാം നിലയിലാണ് ഇന്ന് പരസ്യം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഇപ്പോഴത്തെ സകല ജാതികളും കേൾക്കത്തക്കവണ്ണം ആ ക്രമീകരണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ പേരാണ് പിന്മഴ. പിന്മഴ കഴിഞ്ഞ ശേഷമേ കൃഷിക്കാരൻ കൊയ്യാൻ വേണ്ടി ആരംഭിക്കുകയുള്ളൂ. പിന്മഴ ഉണ്ടാകുന്നൊരു കാര്യം, കതിരുകൾക്ക് മണികൾക്ക് ബലം കിട്ടണം. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും കൃഷിക്കാരെ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നാളും നാഴികയും നമ്മുടെ മുമ്പിൽ അധികമില്ല എന്ന് മനസ്സിലാക്കി നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഒരിക്കലും സംഭവിക്കുന്ന കാര്യമല്ലല്ലോ. ഇന്ന് ഇറാനിൽ നടക്കുന്ന യുദ്ധം, അമേരിക്കയ്ക്ക് അവിടെ യുദ്ധം ചെയ്യേണ്ട ഒരാവശ്യമില്ല. പക്ഷേ ഇതെല്ലാം പ്രവചന നിവർത്തിയാണ്. അത് നടന്നുകൊണ്ടിരിക്കുന്നു. യുദ്ധം ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം നമ്മുടെ രാജ്യം ക്ഷാമത്തിലേക്ക് നീങ്ങാൻ പോവുകയാണ്. നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ പല രാജ്യവും ഇവിടെ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഇല്ല എങ്കിൽ എല്ലാം അവസാനിക്കും, മുന്നോട്ട് പറ്റുകയില്ല. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ഇതെല്ലാം ഒരു ദൈവത്തിന്റെ വരവിന്റെ ലക്ഷണമാണ്. പിന്മഴ നടന്നുകൊണ്ടിരിക്കുന്നു. കർത്താവ് വരാറായി, ഒരുങ്ങുക. ഭാരതത്തിൽ വരവുണ്ടാകാൻ പോകുന്നു. നിങ്ങളും പ്രാർത്ഥിക്കുക, അംഗമാകുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കും.